Praise Jesus, hallelujah, hallelujah. Thank you, Jesus, hallelujah, 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 hallelujah. Praise the Lord, hallelujah, hallelujah, hallelujah. Thank you, Jesus, hallelujah, hallelujah. Praise you, Jesus, hallelujah, hallelujah. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. ഇന്നലകളിൽ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട്, ദൈവം നൽകിയ നന്മകളെ ഓർത്തുകൊണ്ട് നന്ദിയുടെ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. സ്തുതികളിലെ വസിക്കുന്ന സർവശക്തനായ ദൈവം ആമേൻ ഇന്ന് പകലിൽ അവന്റെ മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Glory to God. Hallelujah. അവൻ ഇന്നലകളിൽ ദൈവം നമ്മെ സൂക്ഷിച്ചല്ലോ, ദൈവം നമ്മെ പരിപാലിച്ചല്ലോ, ദൈവം നമ്മെ അത്ഭുതകരമായ അതിശയകരമായി നടത്തിയല്ലോ. ഇതങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. Hallelujah. Hallelujah. Thank you, Jesus. Hallelujah. Oh, ribala bala shandara Hallelujah. 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 സകല ഭൗത്വത്തിനും സകല കുറിച്ചിട്ടും സകല ആരാധനയ്ക്കും യോഗ്യനായ കർത്താവ് ഇന്ന് പകൽ നമ്മുടെ മധ്യാഗതനായിട്ടുണ്ടല്ലോ. Hallelujah. Thank you, Jesus. Hallelujah. Thank you, Lord. Hallelujah. Hallelujah. അത്യുച്ചനാദത്തോ കൈത്താളമേളത്തോ ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ സറാഫുകൾ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നാകുന്നു. അവരുടെ മധ്യ അധിവസിക്കുന്ന സർവശക്തനായ ദൈവം ഹല്ലേലൂയ. അവന്റെ മുഴു സാന്നിധ്യമായി നമ്മുടെ മധ്യ ഇറങ്ങി വരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയെ ഓർത്തുകൊണ്ട്, ദൈവത്തിന്റെ പരിപാലനം ഓർത്തുകൊണ്ട് നന്ദിയോടെ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാൽ. Hallelujah, hallelujah. Thank you, Jesus. ഇന്നലകളിൽ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് അത്ഭുതകരമായ അതിശയകരമായി ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയോടെ hallelujah, hallelujah. നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടാമോ. കഷ്ടതയിലും കാലം പിടിച്ചു, ഓ കഷ്ടതയിലും കാലം പിടിച്ചു നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടാമോ. നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടാമോ. നടത്തിയ
മനം നൊന്ത് കരഞ്ഞിയപ്പോൾ ഭാരം ദുഃഖമേറിയപ്പോൾ മനം നൊന്തു കരഞ്ഞിയപ്പോൾ യേശു ആശ്വാസം നൽകി ആമേൻ യേശു ആശ്വാസം നൽകി നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയിടാതിരുന്നിടാമോ നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയിടാതിരുന്നിടാമോ കൂട്ടുകാരിൽ പായ ശക്തിയോടെ പാടിയാണ് ആനന്ദധൈര്യം പകർന്നു കൂട്ടുകാരിൽ പരമായെന്നെ ആനന്ദധൈര്യം പകർന്നു ശത്രുമധ്യൻ താരയുയർത്തി ഓ ശത്രുമധ്യേ ഉയർത്തി നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയിടാതിരുന്നിടാമോ 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 ഇന്ന് പകൽ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് അതരങ്ങളെ തുറന്ന കരങ്ങൾ അടിച്ച് ആമേൻ ഹല്ലേലൂയ സർവശക്തനായ ദൈവത്തെ ഈ പകൽ ആരാധിപ്പാൻ അവൻ നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി ഹല്ലേലൂയ നമ്മുടെ രംഗത്തിൽ ആരും കുറയാതെയുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളായിരുന്നെടുത്ത് നമ്മുടെ മാതാപിതാക്കളായിരുന്നെടുത്ത് നമ്മുടെ ജീവിത പങ്കാളികളായിരുന്നെടുത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരായിരുന്നെടുത്ത് അദൃശ്യനായിരിക്കുന്ന ദൈവം ഹല്ലേലൂയ ഓ സൂക്ഷിച്ച പരിപാലിച്ച അത്ഭുതകരമായി നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് അമ്മയോട് ദൈവത്തെ സ്തുതിക്കാൻ ജീവനുള്ള ദൈവത്തെ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിനോട് സ്തുതിക്കുവാൻ തന്നെ പ്രാപ്തമാക്കുന്ന അവരെ ശക്തീകരിക്കുന്ന നന്ദിയോടെ സ്തുതിക്കാൻ അവൻ നല്ലവല്ലോ അവന്റെ നമ്മുടെ താഴ്ചയുടെ പ്രവർത്തകന് നമ്മുടെ വീഴ്ചയുടെ ഓർത്തവന് ഹല്ലേലൂയ കണ്ണീരിലൂടെ ഭാരത്തിലൂടെ വേദനയിലൂടെ നിരാശയിലൂടെ കടന്നുപോയപ്പോ സ്വർഗ്ഗത്തിൽ ദൈവം നമ്മെ സൂക്ഷിക്കണം ഭാരതവരെ നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് നമ്മോട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ ഹല്ലേലൂയ സകല മഹത്വത്തിന് സകല പൂഴ്ചയ്ക്കും സകല ആരാധനയോടെയായ കർത്താവിന് സകല മഹത്വവും കൊടുക്കാമല്ലോ ഹല്ലേലൂയ ഹല്ലേലൂയ കരുണയിൽ സമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ പകൽ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ മകൻ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയുടെ ഹൃദയത്തോടെ ഞങ്ങളെ സ്തുതിക്കുകയാണ് ഞങ്ങളെ ആരാധിക്കുകയാണ് അപ്പാ അവിടുന്ന് ഞങ്ങളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയുടെ ഹൃദയത്തോടെ ഇന്ന് പകൽ അപ്പന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കുടുംബമായി അടുത്തു വരികയാണ് കർത്താവേ ഇന്ന് പകൽ അങ്ങേക്ക് പ്രസാദകരമായ യാഗം കഴിക്കുവാൻ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി ദൈവകരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ ഞങ്ങളുടെ സംസാരത്തിലും ഞങ്ങളുടെ നോട്ട
മട്ടത്തിൽ, ഞങ്ങളുടെ ചിന്തയിൽ, ഞങ്ങളുടെ പ്രവൃത്തികളിൽ, ഞങ്ങളുടെ ഇടപാടുകളിൽ എല്ലാം വന്നതായ കുറവുകൾ അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. സമാധാനത്തോടെ, സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ ഇന്ന് പകൽ അങ്ങയുടെ സന്നിധിയിൽ ഏകാഗ്രതയോടെ അങ്ങ് സ്തുതിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ പ്രാപ്തിയുള്ളതാക്കി മാറ്റിയാട്ട്. മാളിക മുറിക്കകത്ത് പകർന്ന ആത്മാവിന്റെ ആ പകർച്ച ഞങ്ങളുടെ മേൽ പകർന്ന് ഒരു ബലപ്പെട്ട് അങ്ങേ ആരാധിക്കുവാൻ, അങ്ങ് സ്തുതിക്കുവാൻ, അങ്ങ് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചാട്ട്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് കുടുംബമായി അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ സ്വർഗം ഒരുക്കിയ അവസരത്തിനായി നന്ദി പറയുന്ന കർത്താവേ, ഇന്ന് പകൽ ഈ ലൈവിൽ ഞങ്ങളോടൊപ്പം ആരാധനയിൽ പങ്കാളികളാകുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. അങ്ങനെ അവര് ഏത് ഭവനത്തിലായിരുന്നാലും ഏത് രാജ്യത്തിലായിരുന്നാലും ഇന്ന് പകൽ ഞങ്ങളോടൊപ്പം ആരാധിക്കുന്ന കുടുംബങ്ങളെ, വ്യക്തികളെ അങ്ങ് ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. ദൈവകൃപ കൊണ്ട് നിറയ്ക്കുന്ന കർത്താവേ, അവിടുത്തെ ആത്മാവിന്റെ ആ വലിയ സാന്നിധ്യം അവർ അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പാടി ആരാധിക്കുമ്പോ വലിയ കൊള്ള കണ്ടുകിട്ടിയവരെ പോലെ വലിയ സന്തോഷത്തോടെ, വലിയ സമാധാനത്തോടെ ആയിരിക്കാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ. ആദ്യോടൊക്കെ പരിശുദ്ധാത്മാവ് ദൈവം കൂടെ ഇരിക്കണം. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങൾക്ക് നൽകണം. നല്ല വചനങ്ങൾ, വചനത്തിന്റെ ആഴങ്ങൾ, മർമ്മങ്ങൾ ഗ്രഹിപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണം. എല്ലാവരും താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ അവരുടെ കരങ്ങളെ തട്ടി കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരുടെ വേദനയുടെ, കഷ്ടതയുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ നമ്മെ കരം പിടിച്ച് നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തയുടെ കരം ഇന്ന് പറഞ്ഞ് നമ്മുടെ മധ്യയിലുണ്ട്. ഹല്ലേലൂയ. അത് അനുഭവിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകലിൽ ഹല്ലേലൂയ സന്തോഷത്തോടെ പാടി ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് പാടി ആമേൻ നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, മനോഹരമേ. ഓ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, മനോഹരമേ. അതു ചിന്തയിലടങ്ങ സിന്ധു സമാനമ സങ്കടം കാണുന്നു ഞാൻ. അതു ചിന്തയിലടങ്ങ സിന്ധു സമാനം സങ്കടം കാണുന്നു ഞാൻ. അതിശയമേ ദൈവത്തിൻ സേവ,
സർവശക്തനായ ദൈവം അവന്റെ മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരങ്ങളെ ഭക്തനെങ്ങനെയാണ് പാടുന്നത്? യേശുവിൻ സന്നിധി എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ, തന്റെ മാധുര്യമേറിടും നാമമതി സ്തുതിഗീതങ്ങൾ പാടിടും ഞാൻ, തന്റെ മാധുര്യമേറിടും നാമമതി സ്തുതിഗീതങ്ങൾ പാടിടും ഞാൻ. യേശുവിൻ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ, യേശുവിൻ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. കണ്ണുനീരാവൽ കൂടെ ചീടുമേ, കരുണയിൽ കാലം നീട്ടിടുമേ, കണ്ണുനീരാവൽ കൂടെ ചീടുമേ, കരുണയിൽ കാലം നീട്ടിടുമേ. എന്റെ കാൽവരി നായകൻ യേശു മതി, നിന്റെ പാപങ്ങൾ അകറ്റിടുവാൻ. എന്റെ കാൽവരി നായകൻ യേശു മതി, നിന്റെ പാപങ്ങൾ അകറ്റിടുവാൻ. യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ, യേശുവിൻ സന്നിധിയിൽ
സാന്നിധി എന്നും പാടിടും ഞാൻ പരമൻ വിളി കേട്ടിടുമ്പോൾ പരമാനന്ദം ലഭിച്ചിടുവേ പരമൻ വിളി കേട്ടിടുമ്പോൾ പരമാനന്ദം ലഭിച്ചിടുവേ എന്റെ അകൃത്യങ്ങളോ ചെയ്യും അവൻ കൃപയാൽ അതിവേഗமாக തീരുവേ എന്റെ അകൃത്യങ്ങളോ ചെയ്യും അവൻ കൃപയാൽ അതിവേഗமாக തീരുവേ യേശുവിൻ സാന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ യേശുവിൻ സാന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ തന്റെ മാധുര്യമേറിടും നാമമതിൽ സ്തുതിഗീതങ്ങൾ പാടിടും ഞാൻ തന്റെ മാധുര്യമേറിടും നാമമതിൽ സ്തുതിഗീതങ്ങൾ പാടിടും ഞാൻ ഓ എൻ യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ എൻ യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. Praise the Lord. Hallelujah. ഈ പരിശുദ്ധ പകലിൽ ആമേൻ ദൈവം ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് പാടുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയിരിക്കുന്ന ഈ ഭാഗ്യകരമായ അനുഭവത്തെ ആ വലുതായി കാണുന്നവർ, ആമേൻ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നവർ, സന്തോഷം പങ്കിടുവാൻ കഴിയുന്നവർ ഓ കരങ്ങളടിച്ച് ഭവനത്തിൽ വീണ്ടുകൊണ്ട് ഭംഗിയോടെ ദൈവത്തെ സ്തുതിക്കാത്ത വസിക്കുന്ന സർവശക്തനായിരുന്നു അവന്റെ മുഴു സാന്നിധ്യവുമായി നമ്മുടെ മധ്യ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നടക്കുന്ന വിശുദ്ധ ആരാധനയുടെ അനുഗ്രഹത്തിനായി ആമേൻ ലോകമെമ്പാടും ആമേൻ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ആദിപിതാക്കന്മാർ ആത്മാവിൽ സത്യത്തിലും ആരാധിച്ചതുപോലെ ദൈവത്തെ ആരാധിക്കുന്നല്ലോ. ഇന്ന് പകരം നമ്മുടെ ആരാധനയുടെ മധ്യത്തിലും ആ വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യം കർത്താവ് പകരുന്നല്ലോ. അത് അനുഭവിക്കുന്നവർ ഹല്ലേലൂയ അത് പ്രാർത്ഥനയോടെ അവരുടെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ പ്രിയാക്കുമ്പോൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതലായ ജീവിതമാണ് ഈ പ്രാർത്ഥനയും പകരുന്ന ജീവിതത്തെ അത്ഭുതം നടത്തുന്നവരാണ് അനുഗ്രഹിക്കുമാറാണ്. നല്ല വശനം നല്ല പ്രബോധനങ്ങളുടെ ശാസനങ്ങൾ അനുഗ്രഹമായി എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ആമേൻ 56-ാം സങ്കീർത്തനം ശബ്ദമുയർത്തി അതിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വാക്യമായി വായിക്കാം. ഇപ്പോൾ പ്രിയ ഷീജ ആമേൻ ശബ്ദമുയർത്തി ആമേൻ വായിച്ച് നമ്മെ സഹായിക്കുന്നതായിരിക്കും. 56-ാം സങ്കീർത്തനം ഒടുവിൽ ആമേൻ അതേ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ. മനുഷ്യൻ എന്നെ വിഴുങ്ങാൻ പോകുന്നു, അവർ ഇടപെടാതെ പൊരുതി എന്നെ ഞെരുക്കുന്നു. എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നു. ഗർവത്തോടെ എന്നോട് പൊരുന്നവർ അനേകരല്ലോ. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തെ പുകഴും. ഞാൻ ദൈവത്തെ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? അവർ എന്റെ വാക്കുകളെ കോട്ടിക്കളയുന്നു, അവരുടെ വിചാരങ്ങളൊക്കെയും എന്റെ നേരെ തിന്മയ്ക്കായിട്ടാകുന്നു. അവൻ കൂട്ടം കൂടി ഒളിച്ചിരിക്കുന്നു, എന്റെ പ്രാണനെ പതിയിരിക്കുമ്പോൾ അവരുടെ കാലടികളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നീതികേടിനാൽ അവർ ഒഴിഞ്ഞു പോകുന്നു. ദൈവമേ നിന്റെ കോപത്തിൽ ജാതികളെ തള്ളിയിടണമേ. നീ എന്റെ ഉൾച്ചകളെ എണ്ണുന്നു, എന്റെ കണ്ണുനീർ തന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ?
ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എന്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. ഞാൻ അവന്റെ വചനത്തിൽ പുകഴും, ഞാൻ യഹോവയിൽ അവന്റെ വചനത്തിൽ പുകഴും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ദൈവമേ, നിനക്കുള്ള നേർച്ചകൾക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു, ഞാൻ നിനക്ക് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ ജീവിത പ്രകാശത്തിൽ നടക്കേണ്ടതിന് നിന്റെ പ്രാണൻ മരണത്തിൽ നിന്നും എന്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. അനുഗ്രഹപ്പെട്ട സങ്കീർത്തനമായ കർത്താവ് സഹായിച്ചത് നന്ദിയോട് സംഗീതത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കാൻ വേണ്ടി നമ്മൾ തലകളെ വണക്കാം. ആമേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, പിതാവേ, അനുഗ്രഹമായ നല്ല സമയത്തിനാണ് നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം അനുഗ്രഹപ്പെട്ട സങ്കീർത്തനം എല്ലാ പ്രിയപ്പെട്ടവർക്ക് കാര്യങ്ങളും ഇന്നത്തെ സംഗീതത്തിന് അവരുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരുവാൻ കർത്താവേ സഹായിക്കുമാറാണ്. ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തിന് ഇരിപ്പ ആമേ അവിടെ നിന്ന് ചിലത് പ്രാപിച്ചെടുക്കുവാൻ കർത്താവെ അനുഗ്രഹങ്ങൾ പ്രാപ്തങ്ങൾ എല്ലാം കർത്താവെ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അല്പസമയം ഞങ്ങളുടെ പാദത്തിൽ യഥാർത്ഥ മനസ്സിലെ ഭയഭക്തിയോടെ ആവശ്യബോധമായി കർത്താവെ സാന്നിധ്യം അനുഭവിക്കുന്ന ഞങ്ങൾ ഡയാക്രമേ പ്രാർത്ഥി ശക്തിമായ ദാസനെ അവരുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമാറാണ്. വരുന്ന രാജ്യക്കാരെ ആവശ്യമായ ജീവൻ അനുഭവിച്ചിപ്പ ഞങ്ങൾ ഓരോരുത്തരും ഡയാക്രമേ പ്രാർത്ഥിക്കും. സമസ്ത വിഷയത്തിൽ ഏൽപ്പിക്കുന്ന പ്രാർത്ഥനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. 56-ാം സങ്കീർത്തനം ആമേൻ അതിന്റെ 1-ാം വാക്യവും അതിന്റെ 8-ാം വാക്യവും ആമേൻ ഒന്ന് വായിച്ച് ഓർപ്പിച്ചിട്ട് ആമേൻ അത് രൂത്ത് മോൾ ആമേൻ കണ്ണീര് വീണാലും ആമേൻ എന്നുള്ള പാട്ട് ആമേൻ പാടുന്നതായിരിക്കും. ആമേൻ നമുക്ക് അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ. ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ. മനുഷ്യൻ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു. ഒരു നിലവിളിയോട് കൂടിയാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. എന്താണ് ഭക്തൻ നിലവിളിക്കുവാൻ തക്കവണ്ണം കാരണമായിരിക്കുന്നത്? ഹല്ലേലൂയ. ആമേൻ. അതെ, ദൂരസ്ഥന്മാരുടെ ഇടയിൽ മിണ്ടാത്ത പ്രാവെന്ന രാഗത്തിൽ ദാവീദിന്റെ ഒരു സ്വർണ്ണ ഗീതം. ആമേൻ. അവൻ ഫെലിസ്ത്യർ അവനെ ഗത്തിൽ വെച്ച് പിടിച്ചപ്പോൾ അതെ ചമച്ചതാകുന്നുവെന്ന് അതിന്റെ ടൈറ്റിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. എന്താണ് ആ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം? ആമേൻ. വളരെ പ്രതിസന്ധിയിലൂടെ അവന്റെ പ്രാണനെ പോലും ഇല്ലാതാക്കുവാൻ ശത്രു പ്രബലപ്പെടുമ്പോൾ അവൻ മാനുഷികമായി ചിന്തിച്ച് അവന്റെ ബുദ്ധി കൊണ്ട് അവന് അതിനകത്ത് നിൽക്കുവാൻ കഴിയാതായപ്പോൾ ഹല്ലേലൂയ ദൈവമേ എന്നോട് കൃപ ഉണ്ടാകണമേ. ഹല്ലേലൂയ. ഇന്ന് പകലിലും ആ കൃപയല്ലേ നാം നിൽക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ഹല്ലേലൂയ. കൃപയാണല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഈ കർത്താവിനെ അറിഞ്ഞത് കൊണ്ടല്ലേ ഈ പ്രതികൂലമുള്ള ഈ പ്രതിസന്ധിയുള്ള ഈ തകർക്കുന്ന ദുഷ്ടലോകത്ത് തകരാതെ നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നത്. ഇന്ന് പകലിലും അവന്റെ കൃപ അനുഭവിക്കുന്നവർ ഈ ലൈവിൽ ഞങ്ങളോടൊപ്പം ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവന്റെ കൃപയോർത്ത് അവൻ നൽകിയ കൃപയോർത്ത് ഇന്ന് പകൽ നന്ദിയോടെ കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ തയ്യാറാകട്ടെ. ഹല്ലേലൂയ. അവൻ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചതുകൊണ്ട് അക്കാലത്ത് ആരും അംഗീകരിക്കാത്ത ഒരു കൃപ അവന്റെ മേൽ ദൈവം പകർന്നപ്പോൾ ഒരു പെട്ടകം പണിയുവാനും ജലപ്രളയത്തിനകത്ത് അനേകർ മുങ്ങിപ്പൊങ്ങിയപ്പോൾ അനേകർ തകർന്നു പോയപ്പോൾ അവൻ പണിത പെട്ടകത്തിനകത്ത് കയറിയ അവനും അവന്റെ കുടുംബവും ആ പ്രളയത്തിനകത്ത് നിന്ന് രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നീതി പ്രസംഗിയായ നോഹ ഹല്ലേലൂയ ഇന്ന് പകൽ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പണിതലേ അക്കാലത്തെ പോലെ നോഹ പണിത പെട്ടകത്തെ കണ്ട് വിമർശിച്ചവരുണ്ടാകാം. അതിനെ
അംഗീകരിക്കാത്തവരുണ്ടായിരുന്നേക്കാം. എന്നാൽ അത് ലോകപണിത പെട്ടകത്തിനകത്ത് ജലപ്രളയത്തിൽ സുരക്ഷിതരായിരുന്നതുപോലെ വരാൻ പോകുന്ന ദൈവിക ന്യായവിധിക്കകത്ത് അകപ്പെട്ട് തകർന്നു പോകാതിരിക്കുവാൻ ഇന്ന് പകലിലും ആമേൻ കൃപയുടെ ആമേൻ അതെ ഈ കാലഘട്ടങ്ങളിൽ ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, കുടുംബമായി ദൈവം ഒരുക്കുന്ന അവസരങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചാണ്. ആമേൻ. മനുഷ്യരനെ വിഴുങ്ങുവാൻ എന്ത് ചെയ്യുന്നു? പോകുന്നു. ആമേൻ. അനേക പ്രശ്നങ്ങൾ, അനേക വെല്ലുവിളികൾ തനിക്കെതിരെ കടന്നു വരുമ്പോൾ അവൻ കൃപയിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. മാത്രമല്ല അവൻ ഇടപെടാതെ പൊരുതി എന്നെ എന്ത് ചെയ്യണം? ജനിക്കുകയാ. ഇന്ന് പകലിലും അവൻ അന്ധകാര മണ്ഡലങ്ങൾ നിന്നെ പൊരുതി ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ, നിന്നെ ഞെരുക്കുമ്പോൾ, ഞെരുക്കത്തിലിരുന്ന് നിലവിളിച്ച ഭക്തന് വിശാലത കൊടുത്ത ദൈവം ഇന്ന് പകൽ നിനക്കൊരു വിശാലത വരുത്തുമെന്ന് പറഞ്ഞ എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. അവൻ അതിന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നത്, നീ എന്റെ ഉൾച്ചകളെ എണ്ണുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. ഹല്ലേലൂയ. അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? ഹല്ലേലൂയ. ഇന്ന് പകൽ അതേ കണ്ണുനീരോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അവൻ ഹല്ലേലൂയ കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവമാണ്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ചേർന്ന് പാടിയാക്ക. ഹല്ലേലൂയ. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുകൊണ്ട് കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുകൊണ്ട് ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും, ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും നെഞ്ചോട് ചേർക്കുന്നോരേശുണ്ട്. നെഞ്ചോട് ചേർക്കുന്നോരേശുണ്ട്. കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. Praise the Lord. Hallelujah. ആമേൻ. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആമേൻ ആയിരിക്കുന്ന ദൈവജനമേ, നമ്മുടെ കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം. ഹല്ലേലൂയ. ഭാരങ്ങളുടെ, വേദനയുടെ, കഷ്ടതയുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ ആമേൻ തളരാതെ പടരാതെ നമ്മെ നിർത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയുടെ കരം ഇന്ന് പകലിലും നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. അത് അനുഭവിക്കുന്നവർ ഇന്ന് പകൽ കരങ്ങളടിച്ച് അതേ സന്തോഷത്തോടെ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. അവൻ സ്തുതികളിന്മേൽ വസിക്കുന്ന ആമേൻ സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായ ദൈവമാകിയ ഓ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എഴകളിൽ ഭാരം നിത്യം ചുമക്കുന്നതാൽ ഏതു നേരവും നിന്നെ സ്തുതിച്ചിടുന്നേ. എഴകളിൽ ഭാരം നിത്യം ചുമക്കുന്നതാൽ ഏതു നേരവും ഞാൻ നിന്നെ സ്തുതിച്ചിടുന്നേ. നാവുപോര വർണ്ണിച്ചിടാൻ നന്മയോരോന്നും നന്ദി കൊണ്ടെന്റെ ഉള്ള നിറയുന്ന ഹല്ലേലൂയ. ഏതു നേരം വർണ്ണിച്ചിടാൻ നന്മയോരോന്നും നന്ദി കൊണ്ടെന്റെ ഉള്ള നിറയുന്ന കഷ്ടനഷ്ട രോഗം ദുഃഖം വന്നിടും നേരം ഇഷ്ടനായ യേശു ആശ്വാസമേകും. കഷ്ടനഷ്ട രോഗം ദുഃഖം വന്നിടും നേരം ഇഷ്ടനായ യേശു
ആശ്വാസമേകും. കഷ്ടതയേറ്റ പ്രിയൻ കൂടെയുള്ളതാൽ പോയിടാം ധൈര്യമായ നാഥൻ പാതയിൽ. കഷ്ടതയേറ്റ പ്രിയൻ കൂടെയുള്ളതാൽ പോയിടാം ധൈര്യമായ നാഥൻ പാതയിൽ. എന്റെ ദൈവം എല്ലാ നാളും അനന്യം തന്നെ അണച്ചിടും മാനുദീനം ചിറകാടിയിൽ. ആമേൻ. എന്റെ ദൈവം എല്ലാ നാളും അനന്യം തന്നെ അണച്ചിടും മാനുദീനം ചിറകാടിയിൽ. ചേർന്ന് പാടിയാട്ടോ. എന്ന് കേൾക്കും പ്രിയൻ ശബ്ദം വാനവീരാവിൽ അന്ന് മാറും എന്റെ കണ്ണിൽ സമ്പൂർണമായി. എന്ന് കേൾക്കും പ്രിയൻ ശബ്ദം വാനവീരാവിൽ അന്ന് മാറും എന്റെ കണ്ണിൽ സമ്പൂർണമായി. അണിയാറ വാസം പോൽ ആനന്ദിച്ചിടാൻ വാഞ്ചിക്കുന്നെന്റെയുള്ള ദിനം ദിനമായി. മണിയാറ വാസം പോൽ ആനന്ദിച്ചിടാൻ വാഞ്ചിക്കുന്നെന്റെയുള്ള ദിനം ദിനമായി. എന്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ അണച്ചിടുമാനുദീനം ചിറകാടിയിൽ. ആമേൻ. എന്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ അണച്ചിടുമാനുദീനം ചിറകാടിയിൽ. എടകേളി പാരം നിത്യം ചുമക്കുന്നതാൽ ഏതു നേരവും ഞാൻ നിന്നെ സ്തുതിച്ചിടുന്നേ. എരകേളിൽ പാരം നിത്യം ചുമക്കുന്നതാൽ ഏതു നേരവും ഞാൻ നിന്നെ സ്തുതിച്ചിടുന്നേ. നവുപോല വർണ്ണിച്ചിട നന്മയോടും നന്ദി കൊണ്ടെന്റെയുള്ള നിറയുന്നപ്പാ. നവുപോല വർണ്ണിച്ചിട നന്മയോടും നന്ദി കൊണ്ടെന്റെയുള്ള നിറയുന്നപ്പാ. കഷ്ടനഷ്ട രോഗം ദുഃഖം വന്നിടും നേരം ഇഷ്ടനായ നാമേശു ആശ്വാസമേകോ. കഷ്ടനഷ്ട രോഗം ദുഃഖം വന്നിടും നേരം ഇഷ്ടനായ നാമേശു ആശ്വാസമേകും. കഷ്ടത ഏറ്റ പ്രിയൻ കൂടെയുള്ളതാൽ പോയിടാം ധൈര്യമായ നാഥൻ പാതയിൽ. കഷ്ടത ഏറ്റ പ്രിയൻ കൂടെയുള്ളതാൽ പോയിടാം ധൈര്യമായ നാഥൻ പാതയിൽ. ഓ എന്റെ ദൈവം എല്ലാ നാളും എത്ര ചേർന്ന് പാടും. ഹല്ലേലൂയ. ചിടുമാനുദീനം ചിറകാടിയിൽ. എന്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ അണച്ചിടുമാനുദീനം ചിറകാടിയിൽ. Praise the Lord. Hallelujah. അവൻ ആ ചിറകിന്റെ കീഴിലായിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ ഭൂമിയിൽ അത് ജീവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. അവൻ മയങ്ങാത്തവനാണ്, അവൻ ഉറങ്ങാത്തവനാണ്. ഹല്ലേലൂയ. അവൻ ക്ഷീണം കൊണ്ട് മയങ്ങിപ്പോകുന്നവനല്ലെന്ന് അവനിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിനെ കോഴി തന്റെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ ഇന്ന് പകലിലും അവൻ നിന്നെ മറയ്ക്കുവാൻ ശക്തി, അവൻ നിന്നെ വഹിക്കുവാൻ ശക്തി. ഇന്നലകളിൽ നിന്നെ വഹിച്ചതോർത്ത്, ഇന്നലകളിൽ നിന്നെ മറച്ചതോർത്ത് അവൻ ആ ആക്സിഡന്റിനകത്ത് നിന്ന്, ആ പ്രതികൂലത്തിനകത്ത് നിന്ന്, അവൻ ആ അറ്റാക്കിൽ നിന്ന്, അവൻ ആ മാരക രോഗത്തിൽ നിന്ന്, ആ പ്രതികൂലത്തിനകത്ത് നിന്ന്, ആ കടയ്ക്കകത്ത് നിന്ന്. ഹല്ലേലൂയ. അതെ, ഭക്തൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ. ഹല്ലേലൂയ.
മനുഷ്യൻ എന്നെ വിഴുങ്ങുവാൻ നോക്കുന്നു, ഹല്ലേലൂയ, വിഴുങ്ങുവാൻ പോകുന്നു, ഹല്ലേലൂയ. അവർ ഇടപെടാതെ പൊരുതി എന്നെ ഞെരുക്കുന്നു, ഹല്ലേലൂയ. എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നു, ഹല്ലേലൂയ. ഗർവത്തോടെ എന്നോട് പൊരുതുന്നവർ അനേകരല്ലോ, ഹല്ലേലൂയ. ഇന്ന് പകലിലും ആമേൻ അതെ ഭക്തന്റെ ജീവിതത്തിൽ അവനെതിരെ പൊരുതിയവരുടെ മുമ്പിൽ അവൻ തകർന്നു പോകുവാൻ അനുവദിക്കാതെ അവനെ ഞെരുക്കുന്ന വിഷയത്തിനകത്ത് നിന്ന് ഒരു വിശാലത കൊടുത്ത ദൈവത്തെ അവൻ പാടി മഹത്വപ്പെടുത്തുകയാ. ഇന്ന് പകൽ ആ ദൈവത്തെ ആരാധിക്കുവാൻ ഇന്നലകളിൽ അവൻ തന്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മറച്ചെങ്കിൽ, ഹല്ലേലൂയ, അവന്റെ ചിറകിന്റെ മീതെ അവൻ നമ്മെ വഹിച്ചെങ്കിൽ ഇന്ന് പകലതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ, ഹല്ലേലൂയ. അതിന്റെ 3-ാം വാക്യം, ആമേൻ, ഞാൻ ഭയപ്പെടുന്ന നാളിൽ ആമേൻ നിന്നിൽ ആശ്രയിക്കും. ആമേൻ, ഒന്നുകൂടെ വായിക്കാം. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ലോകം മുഴുവൻ, ഹല്ലേലൂയ, ലോക രാജ്യങ്ങൾ മുഴുവൻ അതെ മഹാമാരിയാൽ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനും നിങ്ങളും ആയിരിക്കുന്ന നമ്മുടെ കേരളത്തിൽ, ആമേൻ, കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആമേൻ രൂക്ഷമായി ആമേൻ മഹാമാരി അതെ സമ്പർക്കത്തിലൂടെ ആമേൻ അതെ പടർന്ന് ആമേൻ അതെ അനേകര് അവരുടെ സ്വപ്നങ്ങൾ അതെ പൂവണിയാതെ തകർന്നുകൊണ്ടിരിക്കുകയാ. ഇന്ന് പകലിലും അനേകർ ഭയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭക്തൻ പറയുന്നു, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഹല്ലേലൂയ. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവി. ഇന്ന് പകൽ ഭയപ്പെടുന്ന അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നിന്നെ ഭയപ്പെടുത്തുന്ന വിഷയങ്ങൾ നീ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ഭാവി എന്താകും, നിന്റെ കമ്പനിയുടെ വിഷയം എന്താകും, നിന്റെ അതെ ജോലിയുടെ ട്രാൻസ്ഫർ എന്താകും, നിന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എന്താകും, ഹല്ലേലൂയ, നിന്റെ ജോലി മേഖലയിൽ നീ ഭയപ്പെടുന്ന വിഷയത്തിനകത്ത് ഭയം കൂടാതെ മുൻപോട്ട് പോകത്തക്ക വിധത്തിൽ ഉയരത്തിലെ കൃപ നിന്റെ മേൽ ഉണ്ടെങ്കിൽ അതിനകത്ത് അതെ സമാധാനത്തോടെ നിനക്കായിരിക്കാൻ കഴിയും. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ശ്ലീഹ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ അവനോട് ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്, എന്റെ കൃപ നിനക്ക് മതി എന്ന്. ഹല്ലേലൂയ. ഈ കൃപയുണ്ടെങ്കിൽ ഈ ഭയപ്പെടുന്ന സാഹചര്യത്തിലും ഭയം കൂടാതെ മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായി തീരും. വിശ്വസിക്കുന്നവർ കരകളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. അതെ, നീതിമാനായ നോഹ വഷളത്വം പ്രബലപ്പെട്ടുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സമപ്രായക്കാർ പലരും ലോകത്തിന്റെ മോഹങ്ങളിൽ സമയം ചെലവഴിക്കുമ്പോൾ അവൻ വേറിട്ട് ജീവിക്കുവാൻ തയ്യാറായതുകൊണ്ട് അവന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ഇന്ന് പകൽ കൃപ ലഭിച്ചവർ പാടട്ടെ, കൃപ ലഭിച്ചവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അത് വേറിട്ടൊരു ജീവിതത്തിന് ഉടമയായി ജീവിക്കുവാൻ നീ തയ്യാറായതുകൊണ്ട് കൃപയാൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് നിനക്ക് കടന്നു വരുവാൻ അത് ദൈവം അവസരമൊരുക്കി. ഇന്ന് പകൽ ആ കൃപ ഹല്ലേലൂയ ലഭിച്ചവർ ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകട്ടെ. എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയത്തില്ല കേട്ടോ. ഹല്ലേലൂയ. കൃപയുള്ളവർക്ക് മാത്രമേ, കൃപ ലഭിച്ചവർക്ക് മാത്രമേ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അതിന്റെ 4-ാം വാക്യം ഒന്ന് വായിക്കാം. ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തിൽ പുകഴും. ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തിൽ എന്ത് ചെയ്യും? പുകഴും. ഇന്ന് പകൽ എനിക്കും നിങ്ങൾക്കും പുകഴുവാൻ എന്തെങ്കിലും പ്രശംസിക്കുവാൻ ഉണ്ടെങ്കിൽ അത് കർത്താവിന്റെ വചനത്തിലും കർത്താവിന്റെ ക്രൂശിലുമാകട്ടെ. ഹല്ലേലൂയ. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ എന്ത് ചെയ്യും? ആശ്രയിക്കും. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിൽ ആശ്രയിക്കരുത്. ചിലർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു, ചിലർ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കും. ഭക്തൻ പറയുകയാണ്, ഞാൻ ഭയപ്പെടുന്ന നാളിൽ യഹോവയിൽ ആശ്രയിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ സഭാ ആരാധനയിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് ആശ്രയിക്കുവാൻ ശാശ്വതമായ ഒരു പാറ, ഹല്ലേലൂയ, യുഗങ്ങളുടെ പാറയാകുന്ന ക്രിസ്തു. ഹല്ലേലൂയ. അവനിൽ സമാധാനമുണ്ട്, അവനിൽ സൗഖ്യമുണ്ട്, അവനിൽ നാം അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. നീ രോഗിയാണോ? നിന്നെ സൗഖ്യമാക്കുവാൻ ശക്തനായവൻ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ വചനമയച്ച് സൗഖ്യമാക്കുന്ന ദൈവമെന്ന് തന്നെ അനുഗമിച്ച തന്റെ ജനത്തോട് പറഞ്ഞവൻ ഇന്ന് പകൽ അവന്റെ മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. മാരക രോഗം ചുമ്മിക്കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണോ? ഈ രോഗം നിന്നെ മരണത്തിലേക്ക് നയിക്കുമെന്നുള്ള ഭീതി നിന്നെ ഭരിക്കുന്നുണ്ടോ? ഇന്ന് പകൽ ആ ഭയത്തെ പുറത്താക്കുവാൻ
ഹല്ലേലൂയ. ഭയപ്പെടേണ്ട. എത്രയോ തവണ ആവർത്തിച്ച് ഇസ്രായേൽ ജനത്തോട് ദൈവം അറിയിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എങ്കിലും അവർ ഭയത്തോടായിരിക്കുകയാണ്. ഇന്ന് പകലിലും അവർ ഭയപ്പെട്ടിരിക്കുന്ന ആരൊക്കെയോ ഉണ്ട്. അവരോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. 4-ാം വാക്യം, ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തിൽ പുകഴും. ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തിൽ എന്ത് ചെയ്യും? പുകഴും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു? ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ഹല്ലേലൂയ. ഒരു അടിവരയിട്ട് അണ്ടർലൈൻ ചെയ്ത് ആമേൻ ഈ വാക്യം നിങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ ആമേൻ ഒരു വാഗ്ദത്ത വചനമായി നിങ്ങൾ ഏറ്റെടുത്ത് ഹല്ലേലൂയ നിങ്ങളായിരിക്കുന്ന ദേശത്ത്, നിങ്ങളുടെ ഭവനത്തില്, നിങ്ങളുടെ രാജ്യത്തില് ആമേൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാ ആമേൻ ഞാൻ ഭയപ്പെടുന്ന നാളിൽ യഹോവയിൽ ആശ്രയിക്കും. ആമേൻ ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തിൽ പുകഴും. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യത്തില്ല? ഭയപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? സഹോദര സഹോദരി, മാതാവേ പിതാവേ, ഈ വചനം നീ ഉരവിട്ടുകൊണ്ടിരിക്കുക. ആമേൻ. ഇത് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുക. വലിയ വിടുതൽ നിന്റെ വീട്ടിനകത്ത് സംഭവിക്കാൻ പോകുക, നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാ. ആമേൻ. ഈ വചനത്തെ ആധാരമാക്കിക്കൊണ്ട് ദൈവം ഇന്ന് പകലിൽ നമുക്ക് നൽകിയിരിക്കുന്ന മെസ്സേജിലേക്ക് ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാ. ആമേൻ. ഇന്നത്തെ മെസ്സേജ് ഒരു ചോദ്യത്തോടു കൂടെ ആരംഭിച്ചോട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ നിരുത്സാഹിതരാണോ? ഹല്ലേലൂയ. നിങ്ങൾ നിരുത്സാഹിതരാണോ? നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ രാജ്യത്ത്, നിങ്ങളുടെ ഭവനത്തിൽ ഒരു ഹൗസ് വൈഫ് എന്ന നിലയിൽ വിവാദം കഴിഞ്ഞ് എത്തിയ വീട്ടിൽ നീ ഒരു നിരുത്സാഹിയാണോ? ഒരു ഭർത്താവ് എന്ന നിലയിൽ വിവാഹം കഴിഞ്ഞ ആമേൻ നിങ്ങൾ നിരുത്സാഹരാണോ? ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവവചനയ്ക്ക് ചിന്തയ്ക്ക് ആധാരമായി ആമേൻ ആ സങ്കീർത്തനക്കാരനോട് ചേർന്ന് ആ വാക്യത്തിലേക്ക് നമ്മൾ മടങ്ങി വരും. അതിനോട് ചേർന്ന് ഒരു വാക്യം വായിച്ച് നമുക്ക് ആരംഭിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് പകൽ ദൈവസന്നിധി നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ നിരുത്സാഹത്തെ മാറ്റി ഹല്ലേലൂയ നിങ്ങളുടെ ആയിരിക്കുന്ന ഭവനത്തിൽ ഭയം കൂടാതെ, അയ്യോ ആ ജോലി നഷ്ടപ്പെടുമോ, അയ്യോ ആമേൻ ഈ കമ്പനി അടച്ചു പൂട്ടുമോ, ആമേൻ എനിക്ക് എങ്ങനെ ആമേൻ നാട്ടിലേക്ക് പോകാൻ കഴിയുമെന്ന് ചിന്തിച്ച് അന്യ രാജ്യത്തിൽ നീ ആയിരിക്കുന്നുവോ, ഇന്ന് രാത്രി ഇന്ന് പകൽ നിന്റെ ഭയത്തെ പുറത്താക്കി ഹല്ലേലൂയ നിന്റെ നിരുത്സാഹത്തെ എടുത്തു മാറ്റി ആമേൻ മുൻപോട്ട് പോകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ദൈവ ശക്തിയായി അത് വെളിപ്പെട്ടു വരുവാൻ പോകുക. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ആമേൻ പറഞ്ഞ് കരമടിച്ച് ദൈവസന്നിധിയിൽ നീ ആയിരിക്കുന്നത് ഇന്ന് പകൽ വലിയ കൊള്ള കണ്ടുകിട്ടിയ ഇസ്രായേൽ ജനത്തെ പോലെ നീ സന്തോഷിക്കുവാൻ പോകുക. നീ ദൈവത്തിന്റെ വചനത്തിൽ പുകഴുവാൻ പോകുക. ഇന്ന് പകൽ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. ഹല്ലേലൂയ. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ, നിരുത്സാഹത്തോടെ, ഭയത്തോടായിരിക്കുന്ന ആരെങ്കിലും ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ നിന്നോടായി ദൈവത്തിന്റെ ആത്മാവ് അതെ വിളിച്ചു പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഏതെങ്കിലും ആമേൻ ഒരു രാജ്യത്തിന്റെ തലവന് ആമേൻ അല്ല, ഏതെങ്കിലും ഒരു മന്ത്രി അല്ല, ഏതെങ്കിലും ഒരു നേതാവ് അല്ല, ഏതെങ്കിലും ആമേൻ അതെ ഭംഗിയുള്ള, കാണാൻ കഴിവുള്ള, പ്രാപ്തിയുള്ള, പണമുള്ള, പെരുമയുള്ള ഒരു വ്യക്തി നിന്റെ കൂടെ ഉണ്ടെന്നല്ല, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവം പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ആകാശം മാറിയാൽ, ഭൂമി മാറിയാൽ മാറാത്ത ആ ദൈവവചനത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ പൈതലെ നീ ഭയപ്പെടാതെ, നിരുത്സാഹപ്പെട്ട് അതെ നിനക്കെതിരെ അതെ ശക്തമായി അതെ ശബ്ദമുയർത്തി നിന്നെ ഞെരുക്കുന്ന, നിനക്കെതിരെ പടമൊരുങ്ങുന്ന അതെ ദുഷ്ട ആമേൻ പിശാചിന്റെ മുമ്പിൽ നീ തകർന്നു പോകുവാൻ ഇടയാകാതെ
സമസ്ത മേഖലകളിലും ഭയം കൂടാതെ മുൻപോട്ട് പോകത്തക്ക വിധത്തിൽ നിന്നോട് കൂടെ ഇന്ന് പ്രവർത്തിക്കുന്ന ദൈവം, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ എന്ത് ചെയ്യും? ശക്തീകരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, ഭാരപ്പെട്ടിരിക്കുന്ന മാതാവേ, അത് ചൂരത്തൊടിയുടെ തടലിൽ ക്ഷീണിച്ചിരുന്ന ഭക്തനായ ഏലിയാവിന്റെ അരിയിലേക്ക് വന്നിട്ട് ഹല്ലേലൂയ അവനെ എഴുന്നേൽപ്പിച്ച ദൈവം. ഹല്ലേലൂയ. ഞെരുക്കത്തിലൂടെ കടന്നുപോയ സാരാഫാത്തിന്റെ വിധവയെ അവളുടെ ആമേൻ ആ ചിന്താഗതിയെ മാറ്റി അവളും അവളുടെ തലമുറയും അവളുടെ കുടുംബക്കാരും അഗോവൃത്തി കഴിയത്തക്ക വിധത്തിൽ അവളുടെ നിരാശയെ മാറ്റി ഒരു വർധനവ് കൊടുത്ത ദൈവം. ഹല്ലേലൂയ, ആമേൻ. അത് ഞാൻ നിന്നെ സഹായിക്കും. ഇന്ന് പകൽ ആകാശം ആമേൻ സൃഷ്ടിച്ചവൻ, അണ്ടകടാകങ്ങളെ ആമേൻ വാക്കിനാൽ ഉളവാക്കിയവൻ അതെ പറയുന്നു, ഞാൻ നിന്നെ സഹായിക്കും. അവൻ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ ഹല്ലേലൂയ. എന്റെ കരം, എന്റെ വലങ്കൈ എങ്ങനെയുള്ള കയ്യാ? നീതിയുള്ള കയ്യാ. ഹല്ലേലൂയ. ആ കൈ കൊണ്ട് അതെ നിന്നെ താങ്ങുമെന്ന്. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്നു. ആമേൻ. അതെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ നിന്നെ ബലപ്പെടുത്തും. അതെ, ഞാൻ നിന്നെ സഹായിക്കും. രോഗക്കിടക്കയിലായിരിക്കുന്ന അതെ സഹോദര സഹോദരി, മാതാവേ പിതാവേ, ഡോക്ടർ ഒരുപക്ഷെ തന്ന ക്യാപ്സൂൾ കഴിച്ച് ആമേൻ അതെ സൗഖ്യമാകാതെ നീ നിരാശയിലായിരിക്കുന്നുവെങ്കിൽ ഭാരപ്പെടേണ്ടെന്നേ ആമേൻ അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവൻ പറയുന്നു, എന്റെ വചനമയച്ച് ഞാൻ നിന്നെ സൗഖ്യമാക്കും. അടിപ്പെടലുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് വരെ ആ സൗഖ്യം പരിപൂർണമായി അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാളിൽ ഞാൻ യഹോവയിൽ ആശ്രയിക്കും. ദൈവത്തിന്റെ വചനത്തിൽ ഞാൻ ആശ്രയിക്കും. ഹല്ലേലൂയ. ആമേൻ. ഭയപ്പെടുകയില്ല. ആമേൻ. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? ഹല്ലേലൂയ. ഇന്ന് പകൽ ആമേൻ ജഡത്തിന് ഒന്നും ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ ആത്മാവിനാൽ മുദ്രയിട്ട് നിന്നെ സൂക്ഷിക്കുന്ന സ്വർഗത്തിന്റെ ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ പൈതലെ നീ തകർന്നു പോകുവാൻ അവൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അതെ, ഞാൻ നിന്റെ നീതിയുടെ വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ. ആമേൻ. നാം ഈ ലോകത്തിലാണെന്നും ഹല്ലേലൂയ നന്മയും ഹല്ലേലൂയ അതെ നല്ലതും തിന്മയുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആമേൻ സംഭവിക്കുന്നുണ്ടെന്ന വസ്തുത കണക്കിലെടുക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ പലപ്പോഴും നമ്മൾ നിരുത്സാഹരായിരുന്നത് ആമേൻ നമ്മുടെ ജീവിതത്തിൽ അതെ പലപ്പോഴും അങ്ങനെ ഒരു സാഹചര്യം വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ഭാര്യ ഭർത്താവ് ആകട്ടെ, മക്കളാകട്ടെ, ആമേൻ കൂടപ്പിറപ്പാകട്ടെ, ആമേൻ ഒരുമിച്ചായിരിക്കുമ്പോൾ പലപ്പോഴും ആമേൻ നമ്മൾ പല കാര്യങ്ങളിൽ നിരുത്സാഹപ്പെടുത്തുന്ന വിഷയങ്ങൾ ജീവിതത്തിൽ എന്ത് ചെയ്യും? കടന്നു വരും. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ അനവധി പ്രാവശ്യം കടന്നു വന്നിട്ടുണ്ട്. ആമേൻ. നിങ്ങൾക്കും അങ്ങനെ ഉള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടാകാം. മറ്റൊരു വിധത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളോ സംഭവങ്ങളോ നമുക്ക് അനുകൂലമായി ആമേൻ സംഭവിക്കാറുണ്ട്. ഹല്ലേലൂയ. മറ്റുള്ളവ അങ്ങനെയല്ല. ആമേൻ ചില സന്ദർഭങ്ങളിൽ ആമേൻ നമ്മൾ ചെല്ലുന്ന ഭവനത്തിലാകട്ടെ, ആമേൻ നമ്മൾ ചെല്ലുന്ന ജോലി സ്ഥലത്താകട്ടെ, അതിന് നേരെ ഓപ്പോസിറ്റ് ആയി എന്ത് ചെയ്യാറുണ്ട്? സംഭവിക്കാറുണ്ട്. ആമേൻ കാര്യങ്ങൾ നമുക്ക് അനുകൂലമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആവേശഭരിതരാകാറുണ്ട്. ഹല്ലേലൂയ. പക്ഷേ അത് നേരെ ഓപ്പോസിറ്റ് ആയി വരുമ്പോൾ ഹല്ലേലൂയ സാഹചര്യം നമുക്ക് അനുകൂലമല്ലാതെ നമ്മുടെ കുടുംബത്തിലുള്ളവർ അതെ നമുക്ക് സപ്പോർട്ടാകാതെ വരുമ്പോൾ ഹല്ലേലൂയ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നിരുത്സാഹിതരാകാറുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിരുത്സാഹത്തിനും ആമേൻ കാര്യകാരണങ്ങൾ ഉണ്ടാകും. എന്നാൽ ദൈവത്തിന്റെ വചനം ഒരു ദൈവവചനെ സംബന്ധിച്ചിടത്തോളം നിരുത്സാഹിതനായിരിക്കുന്ന ഒരു വ്യക്തിയോട് ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രേരിതനായി ആമേൻ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ആമേൻ തന്റെ തൂലിക ധരിപ്പിച്ചെഴുതിയത് ഇങ്ങനെയാണ്. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു. ഹല്ലേലൂയ. അതെ, തൃപ്തികരമല്ലാത്ത സാഹചര്യങ്ങളിലൂടെ ഹല്ലേലൂയ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിലൂടെ ആമേൻ ദൈവശബ്ദം കേട്ട്
ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ഇറങ്ങിത്തിരിച്ച ദൈവം ആമേൻ തന്റെ പുത്രനെ കാൽവറിയിൽ തകർത്ത ആ നിത്യ സ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ച കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ദൈവമക്കളെന്ന പദവിയിലായിരിക്കുന്ന ദൈവവൈതലേ, നിന്നെ നിരുത്സാഹപ്പെടുത്തുന്ന വിഷയങ്ങൾ നിന്റെ ജീവിത പങ്കാളിയിൽ നിന്ന്, നിന്റെ കൂടപ്പടപ്പിൽ നിന്ന്, നിന്റെ തലമുറയിൽ നിന്ന്, നിന്റെ നേതൃത്വ നിരയിൽ നിന്ന് നിനക്ക് അനുഭവിക്കേണ്ടതായി വരുമ്പോ ദൈവവചനത്തിൽ നീ ആശ്രയിക്കണം. ഭക്തൻ പറയുന്നു, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കുകയാ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൽ, അവന്റെ വചനത്തിൽ എന്ത് ചെയ്യും? പുകഴും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ആമേൻ. ഞാൻ എന്ത് ചെയ്യില്ല? ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്നെ നിരുത്സാഹപ്പെടുത്തുന്ന വിഷയങ്ങൾ, ആമേൻ, എത്ര മരുന്ന് കഴിച്ചിട്ടും ഭേദമാകാതെ വരുന്നത് കൊണ്ട് ഇനി മരുന്ന് കഴിക്കുന്നില്ല. എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഉപവസിച്ചിട്ടും, ആമേൻ, എത്ര കർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കുവാൻ തയ്യാറായിട്ടും എന്റെ ഈ വിഷയത്തിനകത്ത് മറുപടി ലഭിക്കുന്നില്ല എന്നുള്ള നിരുത്സാഹം നിന്റെ അകത്ത് കൊണ്ടുവന്ന് നിന്റെ ബുദ്ധിയുമായി ദുഷ്ടപിശാച് സഖ്യതയുണ്ടാക്കി നിന്നെ പ്രത്യാശയില്ലാതെ ഒതുക്കി മൂലയിൽ ഇല്ലാതാക്കാൻ നോക്കുമ്പോ, അതേ ഭക്തൻ പറയുകയാണ്, പൊരുതുവാൻ എനിക്ക് ശക്തിയില്ലായിരുന്നു, എന്നാൽ പൊരുതി ജയിക്കുക. അവൻ ഞാൻ ഭയപ്പെടുന്ന നാളിൽ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് അവൻ ഭയം കൂടാതെ മുമ്പോട്ട് പോകുവാൻ എന്നെ ശക്തീകരിപ്പാൻ തക്കവണ്ണമിടയായിട്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് റോമിലായിരിക്കുന്ന ദൈവസഭയ്ക്ക്, അല്ല വിശുദ്ധന്മാരായി ദൈവം വിളിച്ചു വേർതിരിക്കുന്ന ദൈവമക്കളോടായി അത് ഇങ്ങനെ ഓർപ്പിച്ചത്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇന്ന് പകരം അറിയുന്നവർ, അത് തിരിച്ചറിയുന്നവർ, ഓ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. അവനെ നീ ക്ഷീണിച്ചു പോകുക, നീ തളർന്നു പോകുക ദൈവം അനുവദിക്കുന്നില്ല. നിരുത്സാഹം കൊണ്ടുവരുന്നത് പിശാചാണ്. ആ നിരുത്സാഹത്തിനകത്ത് ഒതുക്കിയിരിക്കുന്ന ആ ബൗണ്ടറി പൊട്ടി ഇന്നും ഭയം കൂടാതെ നിങ്ങൾ പുറത്തെടുക്കുന്ന പകലെന്ന് പറഞ്ഞ എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച് ഓ കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അതേ പ്രാരംഭ തിരുവെഴുത്തുകൾ, ഹല്ലേലൂയ, നാം വായിച്ച പ്രാരംഭ തിരുവെഴുത്ത് ഏതാണ്? അതേ യശയ്യാപ്രവാചകന്റെ പുസ്തകം 41:10. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ നിങ്ങൾ അത് ധ്യാനിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ആമേൻ. സങ്കീർത്തനക്കാരനോട് ചേർന്ന് അത് ധ്യാനിച്ചു കൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുവാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഭയപ്പെടുവാനോ ആശയക്കുഴപ്പത്തിലാകാനോ നിരുത്സാഹപ്പെടുത്തുവാനോ അവൻ ചെയ്യുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. പകരം അവൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കപ്പെടുവാനും, ഹല്ലേലൂയ, ദൈവം നിങ്ങളെ സഹായിക്കാനും, അതേ നീതിയോട് നിങ്ങളുടെ നിലവിളിക്ക് മറുപടി നൽകുവാനും, ഹല്ലേലൂയ, അവൻ തീർച്ചയായും നിങ്ങളോട് ഒപ്പമുണ്ടെന്ന് നിങ്ങൾ അവനിൽ അതേ വിശ്വസിക്കുവാൻ തയ്യാറായ ഇന്ന് പകൽ നിങ്ങളായിരിക്കുന്ന സമസ്ത മേഖലകളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നിങ്ങളെ മുമ്പോട്ട് നയിപ്പാൻ തക്കവണ്ണമിടയായി തീരും. ഓ വിശ്വസിക്കുന്നവർ, അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ, ഇന്ന് പകൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഇന്ന് പകൽ നീ ദൈവസന്നിധിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. ആ ബൗണ്ടറി പൊട്ടുകയാണ്. ആ നിരുത്സാഹം എന്ന ബൗണ്ടറി പൊട്ടുകയാണ്. ആ ജെറിക്കോമെന്ന ബൗണ്ടറി പൊട്ടുകയാണ്. അതിനെതിരെ പോരുന്ന ശത്രുക്കൾ അനേകരാണ്. ഹല്ലേലൂയ. വ്യക്തി ജീവിതങ്ങൾ ഓ നിന്നെ നിരുത്സാഹപ്പെടുത്തി ഇല്ലാതാക്കാൻ നോക്കുന്ന ആ വിഷയത്തിന് അകത്ത് നിന്ന് ഇന്ന് പറഞ്ഞ് അതേ ഭയം കൂടാതെ ചുവട് വെച്ച് മുന്നോട്ട് പോകുവാൻ ഉദരത്തക്ക വിധത്തിൽ ഉയരത്തിൽ അഭിഷേകം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ മേൽ പകരുന്ന പകര ഇന്ന് പകൽ വിശ്വസിച്ചത് ഏറ്റെടുക്കുവാൻ തയ്യാറാണ്. ഹല്ലേലൂയ. 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 ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആമേൻ ഞാനും നിങ്ങളും ഹല്ലേലൂയ ദൈവത്തെ ആമേൻ സ്തുതിക്കുവാൻ, അതെ ദൈവം നമ്മോട് കൂടെയുണ്ടെന്ന് ഉറയ്ക്കുവാൻ തക്കവണ്ണമിടയാകട്ടെ. ആമേൻ. അങ്ങനെ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഭവനമായിരിക്കാതെ ഇരിക്കുന്ന ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഏത് രാജ്യത്തായാലും ഏത് ഭവനത്തിലായാലും ഏത് ജില്ലയിലായാലും ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകുക. കാരണം കാരാഗ്രഹത്തിനകത്ത് പൗലോസും ശീലാസും അതേ ശരീരവാസനം അതേ അടിച്ച മുറിവും അവൻ അവർക്ക് സ്വാതന്ത്ര്യമില്ലാതിരുന്നിട്ടും അവരെ ശക്തീകരിക്കുന്ന ആ ദൈവത്തിൽ ആ പരിമിതിയുള്ള സാഹചര്യത്തിൽ ആശ്രയിക്കുവാൻ തയ്യാറായപ്പോൾ അവരുടെ അധരങ്ങൾ ചലിക്കാൻ തുടങ്ങി. അവരുടെ ശബ്ദത്തിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയപ്പോൾ അവരുടെ ബന്ധനങ്ങൾ അറ്റുപോയി. ഇന്ന് പറഞ്ഞ ബന്ധിച്ചിരിക്കുന്ന അതേ മുഖത്തിന്റെ
ആ രോഗത്തിൽ നിന്ന്, ആ കടക്കെണിക്കകത്ത് നിന്ന് ഹല്ലേലൂയ നിനക്കെതിരെ ശബ്ദമുയർത്തി പൊരുതുന്ന ആ വിഷയത്തിൽ നിന്ന് ഇന്ന് പകൽ നീ വിടുതൽ പ്രാപിക്കുന്ന പകലായി മാറുകയാണ്. അതിനെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാണ്. സൂര്യകളിൽ വാസിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് പകൽ അവന്റെ മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നാം അവന്റെ വചനത്തിൽ വിശ്വസിക്കുകയും അവനെ സ്തുതിക്കുകയും ചെയ്യുമ്പോൾ ഹല്ലേലൂയ അവൻ ദുഃഖകരമായ ആ സാഹചര്യത്തെ അതെ നമ്മിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണപ്പെടയായിത്തീരും. ആ നിരുത്സാഹം കൊണ്ടുവരുന്ന ആ വിഷയത്തെ എടുത്തു മാറ്റുവാൻ തക്കവണ്ണപ്പെടയായിത്തീരും. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി അവന്റെ കരം ചലിക്കുവാൻ തുടങ്ങും. അവൻ പ്രവർത്തിക്കുകയും വിജയിക്കുവാനുള്ള കൃപ ഹല്ലേലൂയ ഭൗതികമായ റിസോഴ്സ് നിനക്ക് വേണ്ടി ഓപ്പൺ ചെയ്തു വിടുവാൻ തക്കവണ്ണപ്പെടയായിത്തീരും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാൻ ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ പ്രോത്സാഹനം പോസിറ്റീവ് എനർജി നൽകി നിങ്ങളെ നിരാശപ്പെടുത്തുന്ന വിഷയത്തിനകത്ത് നിന്ന് വിടുതൽ നൽകി ഭയം കൂടാതെ മുമ്പോട്ട് പോകത്തക്ക വിധത്തിൽ നിങ്ങളെ ശക്തീകരിക്കുന്ന, നിങ്ങളെ ബലപ്പെടുത്തുന്ന, നിങ്ങളോട് കൂടെ ഇരിക്കുന്ന നല്ല ദൈവം ഇന്ന് പകരം അവന്റെ മുഴുവൻ സാന്നിധ്യവുമായി വിശ്വസിക്കുന്ന നിന്നെ ശക്തീകരിപ്പാൻ ഇറങ്ങി വരികയാണ്. റോമാലേഖനം 2-ാം അധ്യായം 28-29, 9-ാം അധ്യായം 6-ാം വാക്യം. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട. ആമേൻ. ഹല്ലേലൂയ. ഈ കൽപ്പന ഇസ്രായേലിലെ ദുഷ്ടന്മാർക്കും അവിശ്വാസികൾക്കും നൽകപ്പെട്ടതല്ല, മറിച്ച് മത്സരികളായ ഒരു ജനതയുടെ നടുവിലുള്ള യഥാർത്ഥ ഇസ്രായേലിന് വേണ്ടിയിട്ട് നൽകിയ പ്രോമിസാണ്. ബൈബിൾ എടുത്ത് ഭയപ്പെടേണ്ട എന്നുള്ള വാക്യം ഇങ്ങനെ അണ്ടർലൈൻ ചെയ്തിട്ട് ദൈവത്തോട് മറുതലിച്ച് അവിശ്വാസികളെക്കാട്ടിലും കഷ്ടമാണ്. ദൈവത്തോട് മറുതലിച്ച് മത്സരിക്കുന്ന അവിശ്വാസികളായ ദുഷ്ടന്മാർക്കുള്ളതല്ല ഈ വചനം. അപ്പനെ അനുസരിക്കാതെ, അമ്മയെ അനുസരിക്കാതെ, ഭർത്താവിനെ കീഴ്പ്പെടാതെ, ദൈവസഭയ്ക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തിട്ട്, ഒരു ബൈബിൾ മേടിച്ച് അതിനകത്തെ കുറെ വാക്യം കാണാതെ പഠിച്ചിട്ട് ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ ദൈവം കൂടെ ഇരിക്കത്തില്ല. റോമാലേഖനം 2-ാം അധ്യായം 28-ാം അധ്യായത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ആത്മാവിൽ നിയോഗം പ്രാപിച്ചു വളരെ ശക്തമായി എഴുതി പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്താലുള്ളത് പരിച്ഛേദനയുമല്ല, പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്താലുള്ളത് പരിച്ഛേദനയുമല്ല എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ലോക്കൽ സഭയിൽ മെമ്പർഷിപ്പ് ഉണ്ട്, ഏതോ ഒരു ദൈവ വൃത്യന്റെ കൈക്കീഴിൽ, ഏതോ കലക്കവെള്ളത്തിൽ, ഏതോ തെളിഞ്ഞ വെള്ളത്തിൽ, ഏതോ ടാങ്കിൽ മുങ്ങി പൊങ്ങി സ്നാനപ്പെട്ടു, ബൈബിളിലെ കുറെ വാക്യങ്ങളും പഠിച്ചു, പ്രാർത്ഥനാ ശൈലിയും ആരാധന ശൈലിയും ഒക്കെ കൈവശമാക്കി. അങ്ങനെ ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മുഖത്ത് നോക്കി ആത്മാവിൽ നിയോഗം പ്രാപിച്ച് പൗലോസ് എഴുതിയത് ഇങ്ങനെയാണ്: പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്താലുള്ള പരിച്ഛേദനയുമല്ല. ആമേൻ. ദൈവവചനം വൃഥാവായി പോയി എന്നല്ല, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവർ എല്ലാം ഇസ്രായേലിലുണ്ടോ. അബ്രഹാമിന്റെ സന്തതി യാഗയാൽ എല്ലാവരും മക്കൾ എന്ന് വരികയില്ല. ഇസഹാക്കിൽ നിന്നും ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേയുള്ളൂ. ഹല്ലേലൂയ. നോക്കണമേ, അബ്രഹാമിലൂടെ ഇസ്മായേല് ജനിക്കുവാൻ തക്കവണ്ണം ഇടയാ, എന്നാൽ അത് വാഗ്ദത്ത സന്തതിയല്ല. അബ്രഹാമിന്റെ സന്തതിയാകയാൽ എല്ലാവരും മക്കളെന്ന് വരികയില്ല. എല്ലാവരും പ്രാർത്ഥിച്ചത് കൊണ്ട്, യേശുവിനെ വിളിച്ചത് കൊണ്ട്, ആമേൻ സ്നാനപ്പെട്ടത് കൊണ്ട് എല്ലാവരും ആമേൻ ദൈവമക്കളാകണമെന്നില്ല. കാരണം സ്നാനം ഒത്തിരിയുണ്ട്. അവൻ ഇന്ന് പകൽ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ബൈബിൾ അറിയാവുന്നത് കൊണ്ടോ, സ്നാനപ്പെട്ടത് കൊണ്ടോ, ഏതെങ്കിലും സഭയില് മെമ്പർഷിപ്പ് ഉള്ളത് കൊണ്ടോ, പ്രാർത്ഥിക്കാൻ അറിയാവുന്നത് കൊണ്ടോ, പാടാൻ അറിയാവുന്നത് കൊണ്ടോ, പ്രസംഗിക്കാൻ അറിയാവുന്നത് കൊണ്ടോ,
ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ഇതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ അംഗമാകത്തില്ല. സഭയാ മണവാട്ടിയെ ചേർപ്പാൽ കാന്തൻ വരാറായി. അവൻ മധ്യാകാശത്തിൽ വരുമ്പോൾ നീ ഇവിടുന്ന് എടുക്കപ്പെടണമെന്നില്ല. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ ശരീരമായി നീ മാറ്റപ്പെട്ടാൽ, ഹല്ലേലൂയ, എന്റെ നിന്റെ ജീവിതത്തിൽ അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണമിടയായിത്തീരണം. എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ മക്കളോട് അമ്മയപ്പന്മാർക്ക് കർത്താവിൽ എന്ന പോലെ അതെ കീഴ്പ്പെട്ടിരിക്കുവാൻ, അവരെ ബഹുമാനിക്കുവാൻ, അവരെ അനുസരിക്കുവാൻ എന്ത് ചെയ്യുന്നുണ്ട്? സത്യവേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു. അതുപോലെ ഭാര്യമാരോടും ഭർത്താക്കന്മാരോടും ശുശ്രൂഷകന്മാരോടും ഇളയവരോടും മൂത്തവരോടും എല്ലാം വളരെ ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് അതെ നിയോഗിച്ച് ദൈവത്തിന്റെ ദാസന്മാരിലൂടെ എഴുതി ഓർപ്പിക്കുവാൻ തക്കവണ്ണമിടയായിട്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, കർത്താവായ യേശുക്രിസ്തുവിലൂടെ ആമേൻ ദൈവ മക്കളെന്ന ആ പദവിയിലേക്ക് ദൈവം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അവനിലുള്ള ഭാവം തന്നെ നമ്മളിൽ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ദൈവം ഒരിക്കലും ദുഷ്ടന്മാരോടും അവിശ്വാസികളോടും ഭയപ്പെടരുതെന്ന് പറയുന്നില്ല. ഒന്നുകൂടെ ഓർപ്പിക്കാം, ദൈവം ഒരിക്കലും ദുഷ്ടന്മാരോടും അവിശ്വാസികളോടും ഭയപ്പെടരുതെന്ന് പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. വിശ്വാസികൾ ദൈവത്തിൻ്റെതായതിനാൽ ഭയപ്പെടേണ്ടതില്ല. വിശ്വാസികൾ ദൈവത്തിന്റെ ആയതിനാൽ ഭയപ്പെടേണ്ടതില്ല. അപ്പൊ വിശ്വാസികളായിരിക്കുന്നവർ ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. ദൈവത്തിൻ്റെതായ വിശ്വാസികളെ ആർക്കും അവകാശം പറയാൻ ഒക്കത്തില്ല. ഇത് എന്റേതാണ്, അത് അവന്റേതാണ്, അവൻ ഇത് അല്ലെ, അങ്ങനെ തമ്മിലടിക്കുവാൻ ആർക്കും ഇവിടെ അവകാശമില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം ദൈവം കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ വിശ്വാസികൾ അപ്പല്ലോസിന്റെയും പൗലോസിന്റെയും പക്ഷം പിടിക്കുന്നവരെ പോലെ പക്ഷം പിടിക്കുവാൻ അവകാശമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വിദൂര ഭാവിയിൽ ഹല്ലേലൂയ അതെ ബാബിലോണിയക്കാർ ഹല്ലേലൂയ അതെ വിദൂര ഭാവിയിൽ അതെ ബാബിലോണിയക്കാർ വന്ന് ജെറുസലേമിനെയും ആലയത്തെയും നശിപ്പിച്ച ജനതയുടെ പാപം നിമിത്തം അതെ ജനങ്ങളെ പ്രവാസത്തിലേക്ക് കടത്തിക്കൊണ്ടുപോയ ചരിത്രം സത്യവേദ പുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ബാബിലോണിയക്കാർ ജെറുസലേമിനെയും ആലയത്തെയും നശിപ്പിച്ച അതെ ജനതയുടെ പാപം നിമിത്തം അതെ ജനങ്ങളെ എന്ത് ചെയ്തു? പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ട് ദുഷ്ടന്മാരോടും അവിശ്വാസികളോടും ഭയപ്പെടുന്നതെന്നല്ല ആമേൻ അതെ പറയുന്നത്. ഹല്ലേലൂയ. വിശ്വാസികളായി ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്ന ദൈവമക്കളോടാണ് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞ ദൈവസഭയുടെ അംഗമായി മാറിയിരിക്കുന്ന നീ ഭയപ്പെട്ടിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. രോഗമാകട്ടെ, കടമാകട്ടെ, ഞെരുക്കമാകട്ടെ, വെല്ലുവിളിയാകട്ടെ, തലമുറയുടെ കുത്തഴിഞ്ഞ ജീവിതമാകട്ടെ, ആമേൻ ഭർത്താവിന്റെ അതേ മദ്യപാനമാകട്ടെ, ആമേൻ അതെ ഭാര്യമാരുടെ അതേ വഴിവിട്ട ജീവിതമാകട്ടെ, അത് നിമിത്തം ഭയപ്പെട്ട് കഴിയേണ്ടവനല്ല രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ. ഹല്ലേലൂയ. ആമേൻ. അവൻ ആയിരിക്കുന്ന മേഖലയിൽ അവനെ ഞെരുക്കുന്ന, അവനെ ഭയപ്പെടുത്തുന്ന സകല വിഷയങ്ങൾക്കകത്ത് ഇറങ്ങി വന്ന് അത് പരിഹരിപ്പാൻ ശക്തനായ ഒരു ദൈവം ഇറങ്ങി വരികയാണ്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, നിങ്ങളുടെ ഒപ്പമുണ്ടെന്ന് അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ മൗനമായി ഇരിക്കരുതേ, കാഴ്ചക്കാരെ പോലെ ഇരിക്കരുതേ, കേൾവിക്കാരെ പോലെ ഇരിക്കാതെ അതെ എത്രയോ കേട്ടതാ, എത്രയോ ആമേൻ ആമേൻ അതെ വിശ്വസിച്ചതാ, ഇനിയും മറുപടി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഞെരുക്കുന്ന ബുദ്ധിയുടെ പ്രമാണം പിശാച് നിന്റെ അകത്ത് കൊണ്ടുവന്ന് നിന്നെ ഞെരുക്കിയിരിക്കുന്ന ആ ബൗണ്ടറി എന്ന് പകൽ പൊട്ടി അവൻ നീ സ്വതന്ത്രനാകാൻ പോകുകയോ വിശ്വസിക്കുക. 43-ാം അധ്യായം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ന്റെ
2, യോശുവയുടെ പുസ്തകം 1:9, സങ്കീർത്തനം 27:1, അതെ സങ്കീർത്തനം 56:4, മത്തായി 1:23, റോമലേഖനം 8:31, എബ്രായർ 13:5, 6 വാക്യങ്ങൾ ആമേൻ വളരെ ശക്തമായി തന്റെ മക്കളോട് ദൈവം അവരെ ഉറപ്പിക്കുവാൻ, അവരെ ആ ബൗണ്ടറി പൊട്ടിച്ച് വെളിയിൽ കൊണ്ടുവരുവാൻ ഉതകുന്ന വചനം ആത്മാവിൽ കൈമാറി ഇന്ന് പകൽ ആ വചനം നാം വായിച്ചു ബലപ്പെടുവാൻ പോകുകയാണ്. അതെ യെശയ്യാവ് 43:2, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. കഴിഞ്ഞ 2 വർഷം ജലപ്രളയം ആമേൻ അതെ നമ്മുടെ കൊച്ചു കേരളത്തിൽ വന്നപ്പോൾ ഹല്ലേലൂയ പലരും മുങ്ങി തകർന്ന് തരിപ്പണമാകത്തക്ക വിധത്തിൽ അതെ ബഹുനില കെട്ടിടങ്ങൾ പണിതുയർത്തിയ ആ സമുച്ചാലയങ്ങൾ അതെ വെള്ളത്തിൽ മുങ്ങിപ്പോയി. അനേകരുടെ സ്വപ്നങ്ങൾ പൊലിഞ്ഞുപോയി. എന്താ അതെ വചനം പറയുന്നു, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ നിന്നെ ഒഴുക്കി കൊണ്ടുപോകത്തക്ക വിധത്തിലുള്ള ആ വെള്ളം പോലെയുള്ള പ്രശ്നങ്ങൾ ഹല്ലേലൂയ അതിനകത്തൂടെ കടന്നു പോകുന്ന നിന്നോട് കൂടെ ഇരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. നീ നദിയിൽ കൂടി കടക്കുമ്പോൾ നിന്റെ മീതെ കവിയുകയില്ല. ആമേൻ. ഇന്ന് പകലിലും ആമേൻ നിന്റെ മീതെ കവിയെന്ന് ഒഴുകാത്ത വിധത്തിൽ ആമേൻ അതിനെ തടഞ്ഞു നിർത്തുവാൻ അധികാരമുള്ളവർ ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ അങ്ങനെ കർത്താവിന് മകത്ത് കൊടുക്കാൻ. ഹല്ലേലൂയ. ആമേൻ. നിന്റെ മീതെ കവിഞ്ഞ് നീ ഇല്ലാതാകുക, ഞെരുക്കുക, ഇല്ലാതാകുക, തകർന്നു പോകുക ദൈവം അനുവദിക്കത്തില്ല. ആ ബൗണ്ടറി ഇന്ന് പകൽ പൊട്ടിന്ന പകൽ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു കർത്താവിന് മകത്വം കൊടുക്കാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ദുഷ്ടനാണെങ്കിൽ ഈ വചനം നിനക്ക് ശക്തിയായി അതെ പരിണമിക്കത്തില്ല, നിനക്ക് ആശ്വാസമാകത്തില്ല. അതെ നീ ദൈവസഭയുടെ അംഗമാണോ? ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ലോക്കൽ സഭയുടെ മെമ്പർഷിപ്പ് കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് ആമേൻ അതിനകത്ത് ആമേൻ നീ ആമേൻ അതെ അതെ ആണെന്ന് ഓർത്ത് അല്ല, ദൈവസഭയ്ക്കകത്താണെങ്കിൽ ദൈവസഭയ്ക്ക് നിരക്കാത്തത് ഹല്ലേലൂയ. ഇലക്ഷൻ ആകട്ടെ അതെ അടിയാകട്ടെ വെട്ടാകട്ടെ കുത്താകട്ടെ പക്ഷം ഒന്നും ദൈവത്തിന് മുഖപക്ഷമില്ലെന്ന്. നീ പാസ്റ്ററുടെ മകനായതുകൊണ്ടോ സെൻട്രൽ പാസ്റ്ററുടെ മകനായതുകൊണ്ടോ നീ പ്രസിഡന്റിന്റെ മകനായതുകൊണ്ടോ ഒന്നും ദൈവത്തിന് വിഷയമല്ലെന്ന്. ആമേൻ. കർത്താവിന്റെ ആമേൻ അതെ സഭയ്ക്കകത്ത് നീ ഒരു അംഗമാണോ? നിനക്ക് വേണ്ടി മധ്യസ്ഥത അണയുന്ന ആ സഭയുടെ നാഥൻ പിതാവിന്റെ വലതുഭാഗത്ത് ഇരിപ്പുണ്ട്. നിന്നെ ആശ്വസിപ്പിക്കുവാൻ കാര്യസ്ഥനായി നിന്നോട് കൂടെ ഇരിക്കുവാൻ പരിശുദ്ധാത്മാവിനെ അയച്ചിട്ടുണ്ട്. ഇന്ന് പകൽ അവന്റെ വചനത്തിൽ വേരൂന്നി വളരത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവം നിന്നെ കേൾപ്പിക്കുന്ന വചനം തർജ്ജനം ചെയ്യാതെ നീ വിശ്വസിച്ചേറ്റെടുത്ത് അത് ജീവിക്കാൻ തയ്യാറായ ആ ബൗണ്ടറി പൊട്ടി സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കല നിനക്ക് അനുകൂലമായി ചതിക്കുക തന്നെ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് കലമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ആമേൻ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. നീ നദിയിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല. അഗ്നിദാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഹല്ലേലൂയ. അതെ തീയിൽ കൂടെ കടന്നു പോകുന്ന അനുഭവം നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോ അവിടെ നീ തകർന്നു പോകുവാൻ അനുവദിക്കാതെ നിന്നെ സുരക്ഷിതമായി മുമ്പോട്ട് നടത്തുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഇന്ന് നിനക്ക് അനുകൂലമായി ചലിക്കുകയാ. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അതെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ